ക്രിസ്ത്യാനികൾക്ക് വിലാപമതിലില്ല. യഹൂദന്മാർക്ക് നൽകപ്പെട്ട ഒരു ആശയമാണ് വിലാപമതിൽ എന്നുള്ളത്. നൂറ്റാണ്ടുകളായി അവർ അത് തന്നെ പിന്തുടർന്ന് കടന്നു പോവുകയാണ്. യെരുശലേം ദേവാലയത്തിന് ചുറ്റുമുള്ള വിലാപമതിലിന്മേൽ അവരുടെ സങ്കടങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ അപേക്ഷകളെല്ലാം തല തല്ലി തകർത്തുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നൊരു സമ്പ്രദായം ഇന്നും യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അതവർ നിരന്തരമായി ആചരിച്ചു പോരുകയാണ്. അവർക്ക് എപ്പോഴും സങ്കടമാ, എപ്പോഴും വിലാപമാ. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയത്തിൻ്റെതായ ഒരു പുനർനിർമ്മാണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ യെരുശലേം ദേവാലയത്തെ ചൊല്ലി ഇപ്പോഴും വിലാപം കുറിക്കുന്നവരാണ് യഹൂദന്മാർ. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ദൈവമക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ, അവർക്ക് വിലാപമില്ല. കാരണം എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു സന്തോഷം ദൈവമക്കളാകുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഒരു പ്രത്യേക കൂട്ടത്തിന് മാത്രമല്ല ഈ സന്തോഷം ലഭിക്കുന്നത്. ഈ ലോകത്തിലുള്ളവർക്കെല്ലാവർക്കും മഹാസന്തോഷമായി ജനിക്കപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ആ ജനനത്തോടുകൂടി ക്രിസ്തുവിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ നിർവചനവും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ ആ സന്തോഷമാണ് നാം ഏറ്റെടുക്കേണ്ടത്. നമുക്ക് വിലാപം അതിലില്ല. മരണത്തെക്കുറിച്ച് പേടിയില്ലാത്തവർ എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവമക്കൾ ക്രിസ്ത്യാനികൾ തന്നെയാണ്. മരണം എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റാണ്. ഒരു ഭക്തിയായ മാതാവ് തൻ്റെ മകൾ പൊടുന്നനെ മരിച്ചപ്പോൾ ആ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൾ ഇനിയും ആത്മാവിൽ ജീവിക്കാൻ പോകുകയാണ്. പൂർണ്ണമായ ആത്മാവിൻ്റെ തലത്തിൽ ജീവിക്കാൻ പോവുകയാണ്. ഇതുവരെ അവൾ ജീവിച്ചത് ജഡത്തിലായിരുന്നെങ്കിൽ പൂർണ്ണമായ ആത്മാവിൻ്റെ തലത്തിൽ അവൾ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. ഒരു മരണത്തെക്കുറിച്ച് ഒരു മാതാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാനിവിടെ പറഞ്ഞത്. നോക്കണം, ഇങ്ങനെയായിരിക്കണം ഓരോരുത്തരും. വചനം പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിലെ ജീവിതം എന്നുള്ളത് താൽക്കാലികം മാത്രമാണ്. നിരന്തരമായ ജീവിതമാണ്, പൂർണ്ണമായ ആത്മാവിൻ്റെ ജീവിതമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഇത് സാധാരണ വ്യക്തികൾക്ക് ലഭിക്കുന്നതല്ല. വിലാപം അതിൽ തല്ലി തകർക്കുന്ന, തലതല്ലി തകർക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതല്ല. പകരം സന്തോഷിച്ചുല്ലസിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് പൂർണ്ണ ആത്മാവിലുള്ള ഒരു ജീവിതം. ഒരു ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അധികം സമയമില്ല. ഒന്നെങ്കിൽ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ അവസാനം. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഷിഫ്റ്റിലേക്ക് നയിക്കപ്പെടുകയാണ്. ഈ പ്രത്യാശ നമ്മളെ എപ്പോഴും ഉണർത്തണം. ഈ ഉണർത്തുന്ന പ്രത്യാശയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ കൊണ്ടുവരുവാനിടയാകുന്നത്. ഇതാണ് നന്മയെ കൊണ്ടുവരുവാനിടയാകുന്നത്. പരോപകാരത്തെയും കരുണയെയും എല്ലാം കൊണ്ടുവരുന്നത് നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ദൈവം എവരെയും സഹായിക്കുമാറാകട്ടെ. ഇവാഞ്ചലിസ്റ്റ് പ്രേംജി ജോർജ് നിലമ്പൂർ.